Hello, welcome to ReenusAcademy. നമ്മളിന്ന് ഒരു ആക്ഷനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് ReenusAcademyയുടെ റീടച്ചിങ് ആക്ഷൻ. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ReenusAcademyയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് വഴിയെ പറയാം. ആദ്യം നമുക്ക് ഈ ആക്ഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ വിൻഡോയിൽ പോകുന്നു, ആക്ഷൻസ് എന്ന് പറയുന്ന പാനലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആക്ഷൻ പാനൽ വരും, ഇതുപോലെ വരും. ആക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആക്ഷൻ പാനലിൻ്റെ മുകളിൽ ഈ ഒരു നോട്ട് സിമ്പൽ കാണാം. സോ ഈ നോട്ട് സിമ്പലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഡ് ആക്ഷൻസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഈ ആക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. സെയിം തന്നെയാണ് വിൻഡോസിനകത്തും ചെയ്യുന്നത്. ക്ലീനപ്പ്, ഫ്രീക്വൻസി സെപ്പറേഷൻ, ഡോഡ്ജിങ് ആൻഡ് ബേണിങ്ങിൻ്റെ 3 വ്യത്യസ്തമായിട്ടുള്ള ആക്ഷൻസ്, ടീത്ത് വൈറ്റനിങ്, ഫൈനൽ ഷാർപ്പൺ. ഇത്രയും ഓപ്ഷൻസാണ്, ഇത്രയും ആക്ഷൻസാണ് ഈ ആക്ഷൻ സെറ്റിനകത്ത് ഉള്ളത്. ഇനി ആക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരാറുണ്ട്. ആക്ഷൻ സെലക്ട് ചെയ്യണം, അതുപോലെ പ്ലേ കൊടുക്കണം. അതിനകത്ത് ചിലപ്പോൾ ചില എറേഴ്സൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം കൊളാപ്സായി ഭയങ്കര വലിയ മെനു ആയിട്ട് വരും. സോ ആ കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കാനും നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കിതിനെ ബട്ടൺ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. എഗെയിൻ ഇതേ നോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ബട്ടൺ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആക്ഷൻസ് വരുന്നതായിട്ട് കാണാം. സോ ഇവിടെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, പ്ലേ ബട്ടണോ റെക്കോർഡ് ബട്ടണോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ശരിക്ക് ആക്ഷൻ്റെ പ്ലേ മോഡ് എന്ന് പറയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാനൽ പോലെ ഇത് വർക്ക് ചെയ്തോളും. ക്ലീനപ്പ് ലെയറാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു വർക്ക് ഫ്ലോ ആക്ഷനും കൂടെയാണ്. ഇതിൻ്റെ ഇതേ ഓർഡറിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റീടച്ചിങ് എന്ന് പറയുന്ന വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. സോ ആദ്യമായിട്ട് ക്ലീനപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലീനപ്പ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആവും. ഇനി നിങ്ങൾ ഏത് ടൂളാണോ ഉപയോഗിച്ച് ക്ലീനപ്പ് ചെയ്യുന്നത്, അതായത് ബ്ലെമിഷസ്, പിമ്പിൾസ്, ഫാൾ ഓഫ് ഹെയർസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലേറ്റസ്റ്റ് ടൂളായിട്ടുള്ള റിമൂവ് ടൂൾ ഞാനിവിടെ ഉപയോഗിക്കുന്നു. ഇതിൽ ഏത് ടൂൾ ഉപയോഗിച്ചാലും നിർബന്ധമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, സാമ്പിൾ ഓൾ ലെയർ ടിക്ക് ചെയ്യുക. ചില ടൂളുകൾക്കകത്ത് സാമ്പിൾ ഓൾ ലെയർ ആയിരിക്കില്ല ഉണ്ടാവുക, ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിനകത്ത് കറണ്ട് ലെയർ ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ടുണ്ടാവുക. അത് മാറ്റിയിട്ട് കറണ്ട് ആൻഡ് ബിലോ ലെയർ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിമൂവ് ടൂൾ ഓപ്ഷനാണ്. ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ടൂളാണ്. ഫോട്ടോഷോപ്പിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിനകത്ത് ഈ ടൂൾ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ സാമ്പിൾ ഓൾ ലെയർ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ക്ലീനപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊള്ളും. അതായത് ഹെയർസുമെല്ലാം റീക്രിയേറ്റ് ചെയ്ത് പുതിയൊരു ലെയറിലേക്ക് ഇത് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അതാണ് ഈ ക്ലീനപ്പ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ഒരു ലെയറിൻ്റെ പുറത്താണ് അപ്ലൈ ആയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഭാഗങ്ങൾ ചെയ്യാനാണ് നമുക്ക് ഈ ടൂൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതായത് വ്യത്യസ്ത മീഡിയകളിലൂടെ കടന്നു പോകുന്ന ഇതുപോലത്തെ സ്മോൾ ലൈൻസ്, ഹെയർ ആവാം, ബാക്കി ഇലക്ട്രിക് ലൈൻ ആവാം, വാട്ടവർ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ റിമൂവർ ടൂൾ, ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള റിമൂവർ ടൂൾ ഈസ് വെരി ബെസ്റ്റ് വൺ. ബിക്കോസ് അത് AI-യും കൂടെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ടൂൾ ആയതുകൊണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യാനുസരണം നിങ്ങളുടെ ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിക്കാം. ഇതാണ് ആ ടൂള്. ഹാൻഡ് ടൂളിൻ്റെ തൊട്ടതായിട്ട് റൊട്ടേറ്റ് ടൂൾ, R അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. R ടൂൾ എന്ന് പറയാൻ കാര്യം കീബോർഡിനകത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയറിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കീബോർഡിനകത്ത് R പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക,
എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം 6 റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുമ്പ് ഏത് ടൂളാണോ ഉപയോഗിച്ചത് ആ ടൂളിലേക്ക് തന്നെ പോകും. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെപ്പറേഷൻ ആക്ഷനാണ്. ഫ്രീക്വൻസി സെപ്പറേഷൻ ആക്ഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗോഷ്യൻ ബ്ലർ എമൗണ്ട് ചോദിക്കും. നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങളുടെ വർക്കിൻ്റെ സ്റ്റൈലിനനുസരിച്ച് ഈ ഗോഷ്യൻ ബ്ലർ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇമേജിന് ഞാൻ കൊടുക്കുന്നത് 2.7 ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇമേജ്. നിങ്ങൾക്കിതിൽ ഈ വാല്യൂവിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഇവിടെ ഒരു വർക്ക് ഹിയർ എന്ന് പറയുന്ന ലെയർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതും ഫ്രീക്വൻസി സെപ്പറേഷൻ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മിക്സർ ബ്രഷ് ഉപയോഗിച്ചുള്ള ഒരു മെത്തേഡാണ്. സോ അതിന് ഞാൻ ഇവിടെ എഗെയിൻ സാമ്പിൾ ഓൾ ലെയർ ടിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഹൈ ഫ്രീക്വൻസി ലെയർ അൺടിക്ക് ചെയ്യുന്നുണ്ട്. സാമ്പിൾ ഓൾ ലെയർ ടിക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി ലെയറും കൂടെ സെലക്ട് ആവുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ലെയറിനെ തൽക്കാലം ഇൻവിസിബിൾ ചെയ്യുന്നു. ഇനി ഗോഷ്യൻ ബ്ലർ സെലക്ട് ആൻഡ് ഗോഷ്യൻ ബ്ലർ മെത്തേഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് താഴത്തെ ലോ ഫ്രീക്വൻസി ലെയറിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് വർക്ക് ചെയ്താൽ മതിയാവും. ബ്രഷ് ഉപയോഗിക്കേണ്ടവർക്ക് അതും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡിനനുസരിച്ച് നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതും ഒരു പുതിയ ലെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഒരു പുതിയ ലെയറിനകത്താണ് വരുന്നത്. ബിഫോർ ആഫ്റ്റർ. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി എൻറ്റയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇനി എല്ലാം നിങ്ങൾക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗോഷ്യൻ ബ്ലർ മെത്തേഡാണ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ദിസ് ലെയർ ആൻഡ് ഐ എം ഗോയിങ് ടു മെർജ് ബോത്ത് ഓഫ് ദിസ് ലെയർ. രണ്ടും സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുന്നു. അപ്പോൾ അവിടെയും വർക്ക് ഹിയർ ലെയർ എന്ന് തന്നെയാണ് കാണിക്കുക. നമ്മുടെ തന്നെ പ്രീമിയം ആക്ഷനിലാണെങ്കിൽ അത് AI ഉപയോഗിച്ചുള്ള റീടച്ചിങ് മെത്തേഡ് ഉണ്ട്. റീടച്ചിങ്ങിൻ്റെ ഏതെങ്കിലും കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ലഭിക്കുന്ന ആക്ഷനാണ്. അതിനകത്താകുമ്പോൾ ഒറ്റ ക്ലിക്കിനകത്ത് തന്നെ ഈ പ്രോസസ്സുകളെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് മെത്തേഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ നമ്മുടെ ഈ ഫ്രീക്വൻസി സെപ്പറേഷനാണ് ഉപയോഗിച്ച്. ഇനി കൂടുതൽ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസി ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി സെപ്പറേഷൻ ആക്ഷൻ ഉപയോഗിച്ച് നമ്മളത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത് ഡോഡ്ജ് ആൻഡ് ബേൺ കർവ് ലെയർ മെത്തേഡാണ്. സോ അതിനുവേണ്ടി ഡോഡ്ജ് ആൻഡ് ബേൺ കർവ്സ് യൂസ് ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്ഷനെ ആ ഫോൾഡറിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മളിടുന്ന അടുത്ത സെറ്റ് ഈ ഫോൾഡറിനകത്തേക്ക് വീഴും. അപ്പോൾ അടുത്തൊരു ആക്ഷൻ ഇടുന്നതിന് മുമ്പായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ആക്ഷൻ പ്ലേ ചെയ്യുക. ഡോഡ്ജ് ആൻഡ് ബേൺ ആക്ഷനകത്ത് നമുക്ക് ഡോഡ്ജ് ലെയർ ഉണ്ട്, ബേൺ ലെയർ ഉണ്ട്, പിന്നെ ഒരു ചെക്ക് ലെയർ ഉണ്ട്. ചെക്ക് ലെയർ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡോഡ്ജും ബേണും ചെയ്യാനായിട്ട് പറ്റും. സോ എവിടെയാണോ ഡോഡ്ജ് ചെയ്യേണ്ടത് ആ ഭാഗം ഡോഡ്ജ് ചെയ്യുക. ആൻഡ് ബേൺ ചെയ്യേണ്ട ഏരിയാസ് ബേൺ ചെയ്യുക. ഈ ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം എടുത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്, ഒരു ടേമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേയും കൂടെ ഉണ്ട്. അത് നമ്മൾ ഈ ആക്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ചെക്ക് ലെയർ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഓഫ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അടുത്ത ഡോഡ്ജിങ് ആൻഡ് ബേണിങ് മെത്തേഡാണ് 50% ഗ്രേ ലെയർ മെത്തേഡ്. സോ ഈ ഗ്രേ ലെയർ മെത്തേഡിനകത്ത് നമ്മൾ ചെക്ക് ലെയർ കൊടുത്തിട്ടുണ്ട്. അവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ തന്നെയാണ് വരിക. താഴെ കാണുന്ന ഗ്രേ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തതിന് D&B എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡോഡ്ജ് ആൻഡ് ബേൺ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിന് ശേഷം ഡീഫോൾട്ട് കളർ ആക്കിയതിന് ശേഷം എവിടേക്കാണോ ഡോഡ്ജ് ചെയ്യേണ്ടത്, എവിടേക്കാണോ ബേൺ ചെയ്യേണ്ടത് അവിടെ കൃത്യമായിട്ട് ചെയ്യാം. ഇതൊരെണ്ണം ഗ്ലോബൽ ചെയ്യാനും ഒരെണ്ണം
ലോക്കൽ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെയും ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ലെയർ ഓഫ് ചെയ്ത് വെക്കുക. ആൻഡ് ഫൈനലി ക്വിക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. അപ്പോൾ ഈ 2 ലെയർ ഞാൻ ഓഫ് ചെയ്യുന്നു ആൻഡ് ഡിലീറ്റ് ക്വിക്ക് ഡോഡ്ജ് ആൻഡ് ബേണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെടുത്ത് ഷാഡോസ് ഏരിയ, അതായത് ബേൺ ചെയ്യേണ്ട ഏരിയ ചോദിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഏരിയ ബേൺ ചെയ്യണം ആ ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ എത്രത്തോളം ഡോഡ്ജ് ചെയ്യണം, ഹൈലൈറ്റഡ് ഏരിയ അവിടെ ചോദിക്കും, ആ ഹൈലൈറ്റ് ഏരിയയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തൊരു ഡോഡ്ജിങ് ആൻഡ് ബേണിങ്, ഗ്ലോബൽ ഡോഡ്ജിങ് ആൻഡ് ബേണിങ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സോ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മാസ്ക് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡോഡ്ജോ ബേണോ ഒക്കെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ആ ഭാഗം റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സോ മാസ്ക് ഓൾറെഡി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ക്രോപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കളർ ഗ്രേഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫൈനൽ ഷാർപ്പൻ നമ്മൾ കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫൈനൽ ഷാർപ്പൻ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഒരു ഷാർപ്പ്നെസ് ഇമേജിനകത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ലെയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൺട്രോൾ ജി അടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഷാർപ്പ്നെസ് കിട്ടും. വേണ്ട, ഇത്രയധികം ഷാർപ്പ്നെസ് വേണ്ട എങ്കിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്താണ് നമ്മൾ ടീത്ത് വൈറ്റൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വൈറ്റൻ ടീത്ത് നമ്മുടെ ആക്ഷൻ റൺ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിനകത്ത് 2 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളുണ്ട്. അതിനുശേഷം ആക്ഷൻ ക്രിയേറ്റ് ആയതിനു ശേഷം ബ്രഷ് എടുത്തതിന് ശേഷം എവിടെയാണോ റിമൂവ് ചെയ്യേണ്ട ഏരിയ അവിടെ ബ്ലാക്ക് മാസ്ക് വൈറ്റ് ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ആ പല്ലിൽ ടീത്ത് വൈറ്റൻ ചെയ്യേണ്ട ഏരിയ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. യെല്ലോ ടീത്താണ് ബ്രൈറ്റൻ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ എമൗണ്ട് കൂടുതലോ മറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് 2 അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ട്. ബ്രൈറ്റ്നസ് കൂടുതൽ വേണമെങ്കിൽ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ലെവൽ കൂട്ടുകയോ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് നമ്മളുടെ ആക്ഷനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ആക്ഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. www.ReenusAcademy.com സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് സെലക്ട് ചെയ്താലും മതി. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. മുകളിലായിട്ട് ഹെഡർ ഉണ്ട്. ഹെഡറിനകത്ത് കോഴ്സ്, ബ്ലോഗ്, എബൌട്ട്, വെബിനാർ, ഡിജിറ്റൽ പ്രോഡക്ട്സിലാണുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് സൈറ്റിൽ വരുന്ന ആളുകളാണെങ്കിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓൺലൈൻ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഓഫ്ലൈൻ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ പ്രോഡക്ട്സുകൾ കാണാം. കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് 2023 നവംബർ 15 മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്കെല്ലാം ഓഫറുകൾ അവൈലബിൾ ആണ്. KL67 എന്ന് പറയുന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ് ടു 20% വരെ ഓഫർ കിട്ടുന്നതാണ്. അതായത് 4499 രൂപയുള്ള ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ബൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 599 രൂപ, 600 രൂപ ഓഫറായിട്ട് കിട്ടും. ബാക്കി എമൗണ്ട് നിങ്ങൾ പേ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം ഇതാണ് കോഴ്സ്. ആൻഡ് നമ്മുടെ ബ്ലോഗ് പേജ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകളുടെ ബ്ലോഗുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉണ്ട്. എബൌട്ട് അസ് നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. വെബിനാർസ്, നമ്മളെല്ലാ മാസവും വെബിനാറുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വെബിനാർസിൻ്റെയും പുതിയ വെബിനാറുകളൊക്കെ വരുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതിനകത്താണ് ഉണ്ടാകുക. മുമ്പ് ചെയ്ത ഓരോ മാസവും ചെയ്ത വെബിനാർസിൻ്റെ ലിങ്ക് ഇവിടെ കാണാം. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വെബിനാറിൻ്റെ റെക്കോർഡിംഗ് കൂടെ ഇവിടെ അവൈലബിൾ ആണ്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപ്ചർ വൺ ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന വെബിനാറിൻ്റെ റെക്കോർഡിംഗ് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മൾ പ്രോഡക്റ്റ് കിടക്കുന്നത്, ഡിജിറ്റൽ പ്രോഡക്റ്റ്.
ഡിജിറ്റൽ പ്രോഡക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആകെ ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടുള്ളൂ, റീടച്ച് ആക്ഷൻ. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫ്രീ. ഇനി ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് പേയ്മെൻറ്റബിൾ ആയിരിക്കും. ഇപ്പം നമുക്കിത് ഫ്രീ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺ ഗ്രാഫിയിലാണ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും കൂടെ അഡീഷണലി കൊടുക്കേണ്ടതായിട്ട് വരും. അതും കൊടുത്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആക്സസ് ദ പ്രോഡക്റ്റ് നൗ കൊടുക്കുക, വ്യൂ കൊടുക്കുക. ഇവിടെ ഓപ്പൺ ലിങ്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് 1 എന്ന് പറയുന്ന ഓപ്ഷൻ വന്ന് ഇവിടെ കാണാം. ഫോട്ടോഷോപ്പിൽ വന്നതിന് ശേഷം ലോഡ് ആക്ഷൻ, നമ്മുടെ ആക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ആക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫ്രീ ആക്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ്.